ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോയാണ്. അമ്പലത്തിൽ പോകുന്നതും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ അമ്പലത്തിൽ സ്തുതിക്കാട്ടെന്ന ഈ അമ്പലത്തിൻ്റെ പേര്. അമ്പലത്തിൽ ഉത്സവം തുടങ്ങാറായി കേട്ടോ. ഈ മാസം 28 മുതൽ വരുന്ന മാസം 2 വരെയാണ് അവിടെ ഉത്സവം. അപ്പോൾ ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന നെറ്റിക്ക് വെച്ച് ഇത് വീർപ്പിച്ചിട്ട് പൊട്ടിക്കത്തില്ലേ, അത് കണ്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ഇത് എടുത്ത് പൊട്ടിക്കുമായിരുന്നു. ഇത് കണ്ടോ, ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴേ ഒരു മാവ് നിറച്ച് മാങ്ങ കേട്ടോ. നല്ല അണ്ണാൻ്റെ സൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ മാവ് നിറച്ച് മാങ്ങ, റോഡിലും നിറച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് അത് പറക്കിയില്ല കേട്ടോ. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആരോ മാമ്പഴം എല്ലാം പറക്കിക്കൊണ്ട് വരുന്നു. റോഡ് സൈഡല്ലേ, എപ്പോഴും ആൾക്കാർ പോകുന്നതല്ലേ. പിന്നെ കുറേ മൽബറിപ്പഴം കുഞ്ഞുങ്ങൾ പറിച്ച് കേട്ടോ. അപ്പം ഇത് നല്ല പഴുത്ത് റോഡിലോട്ട് കിടന്നതായിരുന്നേ. അത് പറിച്ച് അത് കഴിക്കാനായിട്ട് എടുത്തു. എൻ്റെ മോൻ ഈ ചെടി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവനത് കണ്ടപ്പം പറയുക ഓറഞ്ചാണെന്ന്, അത് ഇച്ചിരി കൂടെ വലുതാകുമെന്ന്. ഇപ്പം ഈ ചെടി അധികം അങ്ങനെയൊന്നും കാണാറില്ല. ഇത് കണ്ട അത്തിക്കായ. ഈ അത്തിക്ക ഞാൻ ഈ പൊട്ടിലെ പറിച്ച് തോരൻ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അകത്തൊരു റോസ് കളറുണ്ട്, അതെല്ലാം കളഞ്ഞ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. ഇത് മുള്ളാത്തക്ക. ഇപ്പം ഇതും ഈ സംഭവം ഇപ്പം ഇവിടെ എങ്ങും കിട്ടാനില്ല. എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഈ സാധനവും ചുരുക്കമായിട്ട് കുറഞ്ഞിരിക്കുമോ ഈ സാധനം കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാൻ ഇതൊന്നും മുള്ളാത്തക്കൊന്നും കിട്ടിയിട്ടില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ അലച്ച് ഓരോന്നെല്ലാം പറഞ്ഞു പോകും കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട്. കാരണം ഇങ്ങനെ 4 മണി അവിടെ ഒരു 4 മണിക്കാറ്റുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു സന്തോഷം ഇത് കാണുമ്പോൾ. ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരവരുടേതായ ലോകത്തിൽ കൂടെ നടക്കുകയാണ്. എൻ്റെ മോനും മോളും നാത്തൂൻ്റെ കുഞ്ഞും ഞാനും, ഞങ്ങൾ 4 പേരാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ അവർ 3 പേരും കൂടെ ചേർന്ന് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ആഞ്ഞിലിച്ചക്ക കണ്ടപ്പോഴാണെങ്കിലും ഒരാൾ കഴിച്ച കഥയും മധുരമില്ലാഞ്ഞ കഥയും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ 4 മണിക്കാറ്റ്. ഇവിടെ ഒരു 7 മണി 6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ വരും കേട്ടോ. അന്നേരം രസമേ, ഇരുട്ടി വരുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കാനൊക്കെ രസം. അപ്പോൾ പിള്ളേർ സെറ്റും ഫാമിലിയും ഒക്കെ ഒത്തിരി പേര് വരാറുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഞാനിവിടെ പോയിട്ടില്ല കേട്ടോ. 6:30 ആകുമ്പോൾ അമ്പലത്തിൽ പോയിട്ടിങ്ങ് വരും. അന്നേരം അവിടെ എല്ലാം കണ്ടിങ്ങ് പോരും കേട്ടോ. അല്ലാതെ അവിടെ പോയി 4 മണിക്കാറ്റ് കൊള്ളാനിരുന്നിട്ടില്ല ഇതുവരെ. ഇത് കണ്ടോ, നമ്മൾ പോയപ്പോഴേ ഒരു കിളി അതിൻ്റെ ഇടയ്ക്കിരിക്കുന്നേ. ആ കിളിയാണ്. ആ കിളിക്ക് തൂവലുകളൊന്നുമില്ല കേട്ടോ. പൊഴിഞ്ഞു പോയതാണോ എന്താണെന്ന് അറിയത്തില്ലേ. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ ഒരു രസം. ഇതാണ് ഞങ്ങളുടെ സ്തുതിക്കാട്ട് ദേവീ ക്ഷേത്രമേ. ഇവിടെയാണ് 28 ഉത്സവം കേട്ടോ. 1 പൊങ്കാല. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഞങ്ങളുടെ അമ്പലത്തിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അകവേ. ഇത് ഒത്തിരി ഒന്നും അമ്പലത്തിൻ്റെ അകം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രം പിടിച്ചതാണ് കേട്ടോ. അപ്പുറത്തൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ആൾക്കാർ കുറവ് കേട്ടോ. രാവിലെ ഒത്തിരി പേര് വരുന്നേ. അപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഭാഗമാണ് ഇത്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.